എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടും അദ്ദേഹം ഒരു ഡിക്ലറേഷൻ സൈൻ ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അദ്ദേഹം സൈൻ ചെയ്തിട്ടും ഒരു പ്രയോജനമില്ല. കാരണം നമ്പർ 1, ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബൈ റൂൾ ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ cannot initiate an investigation into രാഹുൽ ഗാന്ധീസ് allegations if he doesn't give his evidence in writing. പക്ഷേ ഇതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ അതേ റൂൾ തന്നെ പറയുന്നുണ്ട്, ഇത്തരം അലിഗേഷൻസ് വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അന്വേഷിക്കാൻ കഴിയുമെന്ന്. 2024 ജനറൽ ഇലക്ഷൻസ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? ഒരു വർഷത്തിന് മുകളിലായി. അപ്പോൾ ഡിക്ലറേഷൻ ഈ കേസിൽ സൈൻ ചെയ്തിട്ട് എന്താ കാര്യം? ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് ഈ ചേട്ടൻ പറയുന്നത് 30 ദിവസത്തിനുള്ളിൽ പരാതി കൊടുക്കണം എന്നായിരുന്നു. എന്തുകൊണ്ട് കൊടുത്തില്ല? വോട്ടർ ലിസ്റ്റ് ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബൂത്ത് ലെവലിൽ അന്നേ സുലഭമല്ലായിരുന്നു. അന്നും ഈ വീട്ടു നമ്പർ 0 അച്ഛന്റെ പേര് ABCD എന്നൊക്കെ ആയിരുന്നില്ലേ? എന്തുകൊണ്ട് അന്ന് തന്നെ ചെക്ക് ചെയ്ത് പരാതി കൊടുത്തില്ല? അന്ന് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ട് 7 അടി പൊക്കമുള്ള രേഖകളൊന്നും വാങ്ങേണ്ട സാഹചര്യം ഇല്ലായിരുന്നല്ലോ. എല്ലാ രേഖകളും അവൈലബിൾ ആയിരുന്നല്ലോ. അന്ന് വിചാരിച്ചു കാണും ഈ വോട്ടൊക്കെ നമുക്ക് കിട്ടുമായിരിക്കുമെന്ന്. പക്ഷെ തോറ്റപ്പോൾ കരച്ചിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാണും. അതോ അന്ന് ഉല്ലാസയാത്രകളിലായിരുന്നതിനാൽ ചെക്ക് ചെയ്യാനുള്ള മൂഡില്ലായിരുന്നത് കൊണ്ടോ? അതോ ഈ വീഡിയോയിൽ പറയുന്ന നിയമം ഉള്ളതുകൊണ്ട് 1 വർഷം കഴിഞ്ഞു പറഞ്ഞാൽ സത്യവാങ്മൂലം കൊടുക്കേണ്ടി വരില്ലല്ലോ, അതറിയാമായിരുന്നത് കൊണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിൽ വിളിച്ചു പറഞ്ഞാൽ മതി, സത്യവാങ്മൂലം കൊടുക്കാൻ പറഞ്ഞാൽ അത് നിയമമില്ല എന്ന് പറയാം, ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി പ്രൊപഗണ്ട ഉണ്ടാക്കി വിടാം എന്നൊക്കെ കരുതിയിട്ടോ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലെ മണ്ഡലത്തിലും സ്ഥിതി ഇത് തന്നെയല്ലേ? ഒരു മുറിയിൽ 50 വോട്ടും വീട്ടു നമ്പർ 0 അച്ഛന്റെ പേര് ABCDയും എന്നൊക്കെ അവിടെയും കണ്ടെത്തിയില്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഉദാഹരണത്തിന് കർണാടകയ്ക്ക് പകരം അദ്ദേഹത്തിന്റെ മണ്ഡലം എടുക്കാമായിരുന്നില്ലേ? അതെന്താ റായ്ബറേലിയിൽ ജനാധിപത്യം സംരക്ഷിക്കണ്ടേ? ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും ഇവരെന്താ ഇത് നേരത്തെ പറയാതിരുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ ആയിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഇലക്ട്രോണിക് റീഡബിൾ ഡേറ്റ ഇല്ല, അല്ലെങ്കിൽ അത് തരാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ ഏതാണ്ട് 6 മാസം കൊണ്ട് മാനുവലി വോട്ടേഴ്സ് അനലൈസ് ചെയ്താണ് ഈ ഫേക്ക് വോട്ടേഴ്സിനെ കണ്ടുപിടിച്ചത്. ഡിജിറ്റൽ ഇന്ത്യ എന്തുകൊണ്ട് ഡിജിറ്റൽ ഡാറ്റ നൽകുന്നില്ല എന്നല്ലേ സംശയം? ആർട്ടിക്കൽ 21 റൈറ്റ് ടു പ്രൈവസി എന്നൊരു സാധനം നിലനിൽക്കുന്നത് കൊണ്ട് സുപ്രീം കോടതി തന്നെയാണ് ഡിജിറ്റൽ ഡാറ്റ കൊടുക്കുന്നത് തടഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഡിജിറ്റൽ ഡാറ്റ കൊടുക്കുകയാണെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ ഫയൽ ഫിൽറ്റർ ചെയ്ത് ജാതി, മതം, ജെൻഡർ, ഏജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുമെന്നത് റൈറ്റ് ടു പ്രൈവസിക്ക് എതിരാണ് എന്നതുകൊണ്ടാണ് ഡിജിറ്റൽ ഡാറ്റ നൽകാത്തത്. വേണമെങ്കിൽ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ഡാറ്റ നൽകാമെന്നും സുപ്രീം കോടതി പറയുന്നുണ്ട്. പക്ഷേ വിവരങ്ങളെല്ലാം മാസ്ക്ഡ് ആയ എൻക്രിപ്റ്റഡ് ഡാറ്റ കിട്ടിയിട്ടും കാര്യമില്ല. ഇനി 6 മാസം എടുത്ത് കുത്തിയിരുന്ന് ഉണ്ടാക്കി എന്ന് പറയുന്നതിന്റെ ഔചിത്യമാണ് മനസ്സിലാകാത്തത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇലക്ഷൻ സമയത്ത് ഈ വോട്ടർ ലിസ്റ്റ് ഒക്കെ ബൂത്ത് ലെവലിൽ കിട്ടും എന്ന സത്യം ഇരിക്കെ, ഇലക്ഷൻ സമയത്ത് അത്രയധികം പ്രവർത്തകർ ഒന്നിച്ച് കിട്ടുമെന്നിരിക്കെ അന്ന് ചെയ്യേണ്ട കാര്യമൊന്നും ചെയ്യാതെ 6 മാസം കുത്തിയിരുന്ന് ഉണ്ടാക്കി എന്ന് പറയുന്നത് എന്ത് പൊട്ടത്തരമാണ്? അപ്പോൾ ഈ പ്രകസനങ്ങളൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഈ കമന്റ് പറയും. ഇവരെ സൂക്ഷിക്കണം, ഇവൻ വിഷമാണ്, കൊടും വിഷം. തിരഞ്ഞെടുപ്പിലൂടെ ഇനി ഒരിക്കലും അധികാരത്തിലെത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി രാജ്യത്ത് കലാപമുണ്ടാക്കി ഭരണം അട്ടിമറിക്കാനുള്ള പദ്ധതിയാണ് ഇവന്റേത്. ഞാൻ ഇപ്പോഴും പറയുന്നു, സിസ്റ്റത്തിൽ പോരായ്മകളുണ്ട്. അത് ഉണ്ടാക്കിയതിൽ പങ്ക് ഇന്ന് അതിനെതിരെ സമരം ചെയ്യുന്നവർക്ക് പോലുമുണ്ട്. അവരുടെ ഇന്നത്തെ പ്രകസനങ്ങൾ കണ്ട് തെറ്റിദ്ധരിക്കപ്പെടരുത്, കലാപങ്ങൾ ഉണ്ടാകരുത്. അധികാരത്തിന് വേണ്ടി കടിപിടി കൂടാൻ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളിടത്തോളം കാലം കുറ്റമറ്റതായ ഒരു സിസ്റ്റവും നമുക്കിവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാവരും തുറന്നു പറയാൻ മടിക്കുന്ന സത്യം അതാണ്.